റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ വിവാദ നാളികേര ടെൻഡറിൽ ബംഗളൂരു കമ്പനിയെ സഹായിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹൈക്കോടതി റദ്ദാക്കിയ കരാർ നടപ്പാക്കാനാണ് നീക്കം. ടെൻഡറിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ടെൻഡർ റദ്ദാക്കിയത്. ഹൈക്കോടതി വിധി സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് കരാർ നടപ്പാക്കാൻ ബോർഡ് ശ്രമിക്കുന്നത്. ശബരിമല സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, വിവാദങ്ങൾ ശക്തമായി തുടരുമ്പോഴാണ് അടുത്തൊരു വിവാദം ആകുമെന്നറിഞ്ഞിട്ടും ഈ കരാർ നടപ്പാക്കാനുള്ള നീക്കം നടക്കുന്നത്. എന്താണ് അറിയാനാകുന്നത് റോഷിപാൽ? സ്മൃതി, നേരത്തെ ശബരിമലയിലെ ഈ വർഷത്തെ ഈ സീസണിലെ നാളികേര സംഭരണം, പുഷ്പവിതരണം അടക്കമുള്ള ടെൻഡർ, ആ ടെൻഡറിൽ ഹൈക്കോടതി ടെൻഡറിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തി റദ്ദാക്കിയതാണ്. അത് സുതാര്യമല്ല ടെൻഡർ എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു രൂക്ഷമായ പരാമർശം കൂടി അന്ന് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ റദ്ദാക്കിയ കരാർ ബംഗളൂരുവിലെ കമ്പനിയാണ്, നമ്രത റിഫൈനറീസ് ആണ്. ആ കമ്പനി പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച് ഇടക്കാല സ്റ്റേ വാങ്ങിയിരുന്നു. ആ ഇടക്കാല സ്റ്റേ നീക്കാനുള്ള ഒരു നടപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് ദിവസം നീട്ടി നൽകുമ്പോൾ അത് പരസ്യപ്പെടുത്തിയില്ല, അത് രഹസ്യമായി വെച്ചു എന്നതടക്കമാണ് സംശയത്തിന് പ്രധാന കാരണമായത്. മാത്രവുമല്ല, മറ്റ് കമ്പനികൾ, സംസ്ഥാനത്തുള്ള മറ്റു കമ്പനികളടക്കം കൂടുതൽ തുക ഈ കമ്പനിക്ക് അനുവദിച്ച കരാർ തുകയേക്കാൾ കൂടുതൽ തുക അതിനുശേഷമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള റീടെൻഡറിൽ അവർ നൽകിയിട്ടുമുണ്ട്. ആ റീടെൻഡർ ഓപ്പൺ ചെയ്യുന്നതിന് അവസാന ദിവസം, അതിൻ്റെ 2 ദിവസം മുമ്പാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ബംഗളൂരു ആസ്ഥാനമായ വിവാദ ടെൻഡറിൽ കരാർ ഏറ്റെടുത്ത കമ്പനി സമീപിക്കുന്നത്. അങ്ങനെ സുപ്രീം കോടതി ലഭിച്ച ഇടക്കാല ഉത്തരവിൻ്റെ ആ സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെ വീണ്ടും ടെൻഡർ നൽകാനുള്ള എല്ലാ ചട്ടങ്ങളും ലംഘിച്ച്, ഹൈക്കോടതിയുടെ ഉത്തരവടക്കം ലംഘിച്ചുകൊണ്ട് നേരത്തെ റദ്ദാക്കിയ ടെൻഡർ അത് നടപ്പിലാക്കാനുള്ള ചില ഗൂഢനീക്കങ്ങൾ നടക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 2 കോടിയിലേറെ രൂപ നഷ്ടമാകും ദേവസ്വത്തിന് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും എന്തുകൊണ്ടാണ് ഈ വിധി വന്ന് 1 മാസം പൂർത്തിയാകുമ്പോഴും സുപ്രീം കോടതിയെ സമീപിച്ച ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണുള്ളത്. ദേവസ്വം ബോർഡിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഹൈക്കോടതി വിധി വരുമ്പോൾ അത് അനുകൂലമായി ഏറ്റവും കൂടുതൽ പണം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നടപടി സ്വീകരിക്കണം. ടെൻഡർ നടത്തുമ്പോൾ അതിൽ ദേവസ്വത്തിന് ലാഭകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത്. എത്രയും തുക അത് ദേവസ്വത്തിന് ലാഭമുണ്ടാക്കുന്ന തരത്തിലായിരിക്കണം ഓരോ ടെൻഡർ നടപടികളും എന്ന കർശനമായ നിർദ്ദേശം ഹൈക്കോടതി ഉത്തരവിലുണ്ട്. ആ ഉത്തരവൊക്കെ വീണ്ടും അതേ വിവാദ കമ്പനിക്ക് തന്നെ ടെൻഡർ റദ്ദാക്കിയതിന് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്മൃതി, ഹൈക്കോടതി ഈ ടെൻഡർ റദ്ദാക്കുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ടെൻഡർ സുതാര്യമായിരുന്നില്ല എന്നതാണ്. സുതാര്യമായ ടെൻഡർ നടത്തണമെന്ന നിർദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് റീടെൻഡറിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. കാരണം നേരത്തെയുള്ള ഒരു ടെൻഡർ തീയതി, ആ ടെൻഡർ ബിഡ് ഓപ്പൺ ചെയ്യേണ്ട തീയതിക്ക് തൊട്ട് മുമ്പ് ദിവസം നീട്ടി നൽകുന്നു. അതാണെങ്കിൽ പത്രത്തിൽ പരസ്യം നൽകുന്നില്ല. ഈ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ മാത്രം അത് പരസ്യപ്പെടുത്തിയെന്നതാണ്. സാധാരണ ചട്ടപ്രകാരം അത് പ്രധാനപ്പെട്ട 3 പത്രങ്ങളിൽ പരസ്യപ്പെടുത്തണം. നേരത്തെ ആദ്യ ടെൻഡർ, ആ ടെൻഡറിന്റെ പരസ്യം പത്രങ്ങളിൽ നൽകി. പക്ഷേ തീയതി നീട്ടുന്നത് ഒളിച്ചു വെച്ചു എന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ ടെൻഡറിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ലാഭകരമായ സാധ്യത ഉണ്ടായിട്ടും ആ സാധ്യത ഉപയോഗിക്കാതെ ഇങ്ങനെ കമ്പനിയെ സഹായിക്കാനുള്ള ഒരു ശ്രമം നടത്തിയോ എന്ന സംശയം കൂടി അവിടെ ഹൈക്കോടതി നിരീക്ഷണത്തിലുണ്ടായി. അങ്ങനെയാണ് ഹൈക്കോടതി ഈ ആദ്യ ടെൻഡർ, നാളികേര സംഭരിക്കാനുള്ള പുഷ്പങ്ങൾ വിതരണം ചെയ്യാനുള്ള ആദ്യ ടെൻഡർ റദ്ദാക്കുന്നത്. റീടെൻഡറിന് ഹൈക്കോടതി ഉത്തരവിറക്കി. ആ റീടെൻഡറിന്റെ ഭാഗമായി റീടെൻഡറിന്റെ പത്രപരസ്യം ഉൾപ്പെടെ നൽകി. റീടെൻഡറിന് പല കമ്പനികളും പല വ്യക്തികളും അതിൽ സമർപ്പിച്ചു, അവരുടെ ടെൻഡർ തുക സമർപ്പിച്ചു. ആ ടെൻഡർ തുക ഓപ്പൺ ചെയ്യുന്നതിന്, ബിഡ് ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഈ വിവാദ ടെൻഡർ പിടിച്ച ബംഗളൂരു ആസ്ഥാനമായ കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ച് അവർക്ക് അനുകൂലമായി വാങ്ങിയ ആ സ്റ്റേ ആണ് ഇടക്കാല സ്റ്റേ. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയോട് എന്താണ് ദേവസ്വം ബോർഡിന് ഇത്ര താല്പര്യം എന്നുള്ളതാണ് അറിയേണ്ടത്. കമ്പനിയെ സഹായിക്കാനാണ് വീണ്ടും കരാർ നൽകിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. വിശദാംശങ്ങളാണ് റോഷിപാൽ നൽകിയത്.